നമ്മൾ ഇന്ന് വെളിപ്പാട് പുസ്തകത്തെ പറ്റി ആണ് ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതലായി മറ്റ് ആളുകളെ പരിഭ്രമിപ്പിക്കുവാൻ, ഭയപ്പെടുത്തുവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഏറ്റവും കുറച്ച് ഗ്രാഹ്യമുള്ള ഒരു പുസ്തകവും വെളിപ്പാട് പുസ്തകമാണ് പൊതു സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് അത് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. വെളിപ്പാട് പുസ്തകം അഥവാ ആ പുസ്തകത്തിൽ നിന്ന് ഉള്ള വായനകൾ സുറിയാനി സഭയുടെ ലിറ്റർജിയിലില്ല. നിങ്ങൾ ലക്ഷണറി പരിശോധിച്ചാല് ഈ അടുത്ത കാലത്തായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വായനയിൽ ചില ഭാഗങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വെരി റീസെന്റ് ചെയ്തിട്ടുള്ളതാണ്. പരമ്പരാഗതമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായനകളോ വെളിപ്പാട് പുസ്തകത്തിന്റെ അവലംബമായിട്ടോ ഉള്ള ഒന്നും ലിറ്റർജിക്കൽ തിയോളജിയുടെ ഭാഗമല്ല. വീണ്ടും കുറെ കൂടെ നമ്മൾ പുറകോട്ട് പോയാൽ പശീത്ത ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് കാണാൻ പറ്റത്തില്ല. പശീത്ത സുറിയാനി ബൈബിൾ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ 22 പുസ്തകമാണുള്ളത്. അതിൽ ഈ വെളിപ്പാട് പുസ്തകമില്ല. അതുപോലെ 2 പത്രോസ്, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ, ഇങ്ങനെ 5 പുസ്തകങ്ങൾ അവിടെ നമുക്ക് കാണത്തില്ല. അപ്പൊ 2 യോഹന്നാൻ, 3 യോഹന്നാൻ, 2 പത്രോസ്, യൂദ, വെളിപ്പാട് പുസ്തകം, ഈ 5 പുസ്തകങ്ങൾ പരിശുദ്ധ ബൈബിളിലില്ല. പിന്നീട് നമ്മൾ മുന്നോട്ട് വരുമ്പം 8-ാം നൂറ്റാണ്ടിലാണ് ഈ 5 പുസ്തകങ്ങൾ കൂടെ സുറിയാനി സഭ കാനോനിലേക്ക് ചേർക്കുന്നത്. അപ്പൊ നമ്മള് ലിറ്ററേച്ചർ തിയോളജിയുടെ ഭാഗമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകം ആദ്യ കാലം മുതൽ തന്നെ ഒരു വിയോജിപ്പുള്ള പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകത്തെ കാനോനിൽ ഉൾപ്പെടുത്തുന്നതിന് അക്കാലത്ത് തന്നെ പല പിതാക്കന്മാരും എതിർപ്പുള്ളവരായിരുന്നു. അവരത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. വെളിപ്പാട് പുസ്തകത്തെ എന്തുകൊണ്ട് ആണ് ഈ കാനനിൽ ഉൾപ്പെടുത്തിയത്? അത് അക്കാലത്ത് പലർക്കും സംശയമുണ്ട്. മാർപ്പാപ്പ ആ സംശയം മറച്ചു വെച്ചില്ല. അദ്ദേഹം അത്തനേഷ്യസിന് കത്തയച്ചു. എന്തിനാണ് ഈ പുസ്തകം ഉൾപ്പെടുത്തിയത്, വെളിപ്പാട് പുസ്തകം ഉൾപ്പെടുത്തിയത്? അപ്പൊ അതിന് അത്തനേഷ്യസ് അയച്ച മറുപടി, മാർപ്പാപ്പ അത്തനേഷ്യസിന് അയച്ച കത്തിന് അത്തനേഷ്യസ് അയച്ചിട്ടുള്ള മറുപടി ഇന്നും വത്തിക്കാൻ ആർക്കൈവ്സിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ലിറ്റർജിക്കൽ വർഷിപ്പിന്റെ ഒരു എവിഡൻസ്, അതിനുവേണ്ടിയാണ് അത് എടുത്തു വച്ചിരിക്കുന്നത്. അതായത് പുതിയ നിയമത്തിലെ മറ്റ് പുസ്തകങ്ങളിലൊന്നും നമ്മുടെ ആരാധനയുടെ ഒരു മാതൃക കാണിച്ചിട്ടില്ല. അപ്പോൾ ഒരു ആരാധനയുടെ മാതൃക വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് എടുത്തു വെച്ചതെന്നാണ് അത്തനേഷ്യസ് കൊടുക്കുന്ന മറുപടി. അപ്പൊ ആ പുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. കുറെ കാലം മുമ്പ് ഒരു വൈദികൻ എന്നോട് പറഞ്ഞു,
വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഇടവകയിൽ പലരും പരാതി പറഞ്ഞു വന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള പ്രഭാഷണം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ, ഇതൊക്കെ മനുഷ്യർക്ക് സഹജമായിട്ടുള്ളതാണ്. അപ്പൊ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോണു, എന്താണ് സംഭവിക്കുന്നത്, അപ്പൊ ഇങ്ങനെയുള്ളപ്പം വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നേരിട്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഒരു പ്രചാരം വരുന്നത്. അങ്ങനെ ഒരു പ്രചരണം ഉള്ളപ്പോ ദൈവം എഴുതിയ പ്രവചനത്തെ പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെ വളരെ താല്പര്യം നമുക്ക് തോന്നും. ഇപ്പൊ പോപ്പ് ദമാസസ് അത്തനേഷ്യസിനോട് ചോദിച്ചു, ഇത് എന്തിനാണ് ഇത് വെച്ചിരിക്കുന്നത്? പറഞ്ഞു, ആരാധന ഇങ്ങനെയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം വെളിപ്പാട് പുസ്തകത്തിൽ കുമ്പിട്ട് ആരാധിക്കുന്നു. നിലയങ്കി ധരിച്ചവരെ നിങ്ങൾക്ക് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. സ്വർഗീയമായതിന്റെ നിഴലാണ് നമ്മുടെ ആരാധന, സ്വർഗീയ ആരാധനയുടെ നിഴലാണ്. ഇപ്പൊ നിലയങ്കി ധരിച്ചവരെയാണ് സ്വർഗത്തിൽ കാണുന്നത്. ആരാധനയുടെ മാതൃക പഴയ നിയമ ഗ്രന്ഥത്തിൽ ഏശയ്യായുടെ പുസ്തകത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്. ചിറകുകൾ ആറാറുള്ള സെറാഫുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ രണ്ടുകൊണ്ട് പാദം വരെ മൂടി മറച്ചു, രണ്ടുകൊണ്ട് അവർ മുഖം മറച്ചു, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഊശാന. സ്വർഗീയ ആരാധനയുടെ മാതൃകയാണ് സുറിയാനി സഭ അവലംബിച്ചിട്ടുള്ളത്. അപ്പൊ ആരാധിക്കുന്നവരെ, ആ മദ്ബഹായിൽ നിൽക്കുന്നവരെ നോക്കുമ്പോ അവരുടെ കാല് പാദം വരെ മൂടപ്പെട്ടിരിക്കുന്നു. പാദം വരെ മൂടപ്പെട്ടിരിക്കുന്ന നിലയങ്കി ധരിച്ചെന്ന് പറഞ്ഞാൽ നിലം വരെയുള്ള അങ്കി എന്നാണ്. അപൂർവമായിട്ടൊക്കെ ചില ആളുകളുടെ നീളം കുറഞ്ഞ അങ്കിയൊക്കെ ധരിച്ച് കാലൊക്കെ കാണിച്ച് നടക്കുന്ന കാണാൻ പറ്റും. ഞാൻ ഈ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഈ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലയങ്കിയാണ് ധരിക്കേണ്ടത്, അല്ലെ എന്തെങ്കിലും ഒരു കുപ്പായ വിട്ടാൽ പോരാ. അപ്പൊ നിലയങ്കി ധരിക്കുക എന്ന് പറഞ്ഞാൽ കാൽപാദം വരെ മറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ മോഡേൺ ചർച്ചുകളുടെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് അങ്ങനെയൊക്കെയുള്ള പിന്നെ ന്യൂ ജനറേഷൻ അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളുടെ വർഷിപ്പ് നിങ്ങൾ നോക്ക്. ആ ശരീരത്തിന്റെ അംഗവടിവുകൾ മുഴുവൻ എടുത്തു കാണിക്കത്തക്ക വിധത്തിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അവർ ചലനങ്ങളാൽ അവരുടെ ശരീരത്തെ മുഴുവൻ പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇപ്പൊ ഞാനൊരു പിന്തിരിപ്പനായതുകൊണ്ടല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവർ നൃത്തം ചെയ്യുന്നതിനൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷേ സ്വർഗീയ ആരാധനയുടെ മാതൃക ചിറകുകൾ കൊണ്ട് പാദം വരെ മൂടിയവരും ചിറകുകൾ കൊണ്ട് മുഖം മറച്ചവരുമായ സെറാഫുകളാണ് ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജനാഭിമുഖ കുർബാന തെറ്റാണ് എന്ന് ഈ അടുത്ത കാലത്ത് സിറോ മലബാർ സഭയുടെ കമ്മീഷൻ കണ്ടെത്തി. അപ്പൊ അതിനകത്ത് ഭയങ്കര എതിരുണ്ട് ഒക്കെ, അവർ പൃഷ്ഠഭാഗം കാണിക്കുന്നു എന്നൊക്കെ. അപ്പൊ മുഖം മറയ്ക്കുക, മുഖം മറയ്ക്കുക എന്നതിന്റെ മറ്റൊരു ഭാഗമാണ് മുഖം പുറകോട്ട് തിരിക്കുക. അപ്പൊ ജനത്തെ നമ്മൾ മുഖം കാണിച്ച് നിൽക്കുകയല്ല. ആരാധനയുടെ സമയത്ത്, ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും. ഇതെല്ലാം ഒരു മാതൃകയുണ്ട് എന്ന് പറയാനാണ്. അപ്പം ഇവിടെ ലിറ്റർജിക്കൽ വർഷിപ്പ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ ധൂപക്കുറ്റി കാണാൻ പറ്റും വെളിപ്പാട് പുസ്തകത്തിൽ. ധൂപകലശം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, ധൂപകലശം, ധൂപവർഗമിട്ട് ധൂപകലശം, അത് നമുക്ക് കാണാൻ പറ്റും. ഏശയ്യായുടെ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ കാണാം, ആലയം പുക കൊണ്ട് നിറഞ്ഞു എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുരുത്തോല പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ കാണാൻ പറ്റും. കുരുത്തോല പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഈ പറഞ്ഞ സംഗതികളൊന്നും പെന്തക്കോസ്ത് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്കി ധരിച്ചവരെ നിങ്ങൾക്ക് പെന്തക്കോസ്റ്റിൽ കാണാൻ പറ്റില്ല. കുരുത്തോല പിടിക്കുന്നവരെ കാണാൻ പറ്റില്ല. കുന്തിരിക്കം പിടിക്കുന്നവരെ
ധൂപകുറ്റി പിടിക്കുന്നവരെ കാണാൻ പറ്റില്ല. കുമ്പിട്ട് ആരാധിക്കുന്നവരെ കാണാൻ കഴിയില്ല. അവര് ഞെളിഞ്ഞു നിന്നാണ് ആരാധിക്കുന്നത്. കുമ്പിട്ട് ആരാധിക്കില്ല. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും എന്നൊക്കെ പറയും. പക്ഷെ കുമ്പിട്ട് ആരാധിക്കില്ല. അപ്പൊ കുമ്പിട്ട് ആരാധിക്കുന്നതാണ് യഥാർത്ഥ ആരാധനയുടെ മാതൃക. സ്വർഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുമ്പിട്ട് ആരാധിക്കുന്നു മൂപ്പന്മാർ. അറക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും മഹത്വം. കുമ്പിട്ട് ആരാധിക്കുകയാണ്. അത്ഭുതകരമായ മീൻപിടുത്തം കിട്ടിക്കഴിയുമ്പോൾ ശീമോൻ തന്റെ പടകിൽ മുട്ടുകുത്തി എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ അത് മീൻ നാറുന്ന പടക് മുതൽ മിന്നിത്തിളങ്ങുന്ന സ്വർഗം വരെ മാറ്റമില്ലാത്ത ആരാധനയുടെ സമ്പ്രദായമാണ്. അതിങ്ങു താഴെ ഭൂമിയിൽ മീൻ നാറുന്ന പടകായാലും ഉയരത്തിൽ സ്വർഗത്തിൽ പ്രഭാപൂരിതമായ മഹത്വകരമായിരിക്കുന്ന സ്വർഗ സന്നിധിയിലാണാലും ആരാധനയ്ക്ക് മാറ്റമില്ല. ഇറ്റ്സ് എ മോഡ് ഓഫ് വർഷിപ്പ്. കുമ്പിടുകയാണ്. സുറിയാനി സഭയിൽ കുമ്പിടിലിന് ഇതിന് മാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇത് ആധികാരികമായ സഭയാണ്, കൃത്യമായ ആരാധനാ സമ്പ്രദായമാണ്. ഇത് വ്യക്തമായിട്ടുള്ള തിരുവെഴുത്തുകളുടെയും പാരമ്പര്യത്തിന്റെയും അപ്പോസ്തോലിക മാതൃകയുടെയും ഒക്കെ പിന്തുടർച്ചയാണ് ഇതിനകത്ത് കാണുന്നത്. മറിച്ച് സ്വർഗത്തിൽ വെള്ള പാൻറ്റും ഷർട്ടും വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഇട്ട് ഒരാളും സ്വർഗത്തിൽ നിൽക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല വെളിപ്പാട് പുസ്തകം. അപ്പൊ പറയും അത് ഇനി നടക്കാനുള്ള അല്ല, അന്നത്തെ കാലത്തെ അല്ലേ. അപ്പൊ അത് തന്നെ ഞങ്ങൾ പറയുന്നത് അന്നത്തെ കാലത്തെ കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. വെളിപ്പാട് പുസ്തകം പറഞ്ഞ് ധാരാളം ആളുകളെ ഭയപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തെ പറ്റി ഒരു ജനറൽ ആയിട്ട്, ഒരു പൊതുവായിട്ടുള്ള ഒരു ആശയങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായം അധ്യായത്തിൽ കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നമ്മൾ എടുക്കുമ്പം അത് 3-ാം വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഫോർ ദ ടൈം ഈസ് അറ്റ് ഹാൻഡ്. ഈ പ്രയോഗം നമുക്ക് പലയിടത്തും കാണാം. സമയം അടുത്തിരിക്കുന്നു. ഇപ്പൊ 2000 വർഷം മുമ്പ് സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, സമയം അടുത്തിരിക്കുന്നു. അപ്പൊ അതിനൊരു ന്യായീകരണമുണ്ട്. കർത്താവിന് ഒരു ദിവസം 1000 വർഷമാണെന്നും അതൊക്കെ ഒരു ന്യായീകരണമാണ്. പക്ഷെ ഇവിടെ വെളിപാട് പുസ്തകത്തിലെ കണക്കുകളെല്ലാം മനുഷ്യന്റെ കണക്കുകളാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അളവുകളൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് ഇത് മനുഷ്യന്റെ അളവിനാണ്, അല്ല ദൈവത്തിന്റെ അളവിനല്ല, മനുഷ്യന്റെ അളവിന്. അപ്പൊ മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു സമയം അടുത്തിരിക്കുന്നു. ടൈം ഈസ് അറ്റ് ഹാൻഡ്. വളരെ സമയം സമീപിച്ചിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് നടക്കാനുള്ള ചില കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. അല്ലാതെ ഒരുപാട് നാളുകൾ കഴിഞ്ഞ് നടക്കാനുള്ളതല്ല. നമുക്കറിയാം ഒരു 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് വെളിപ്പാട് പുസ്തകം എഴുതുന്നതിനും 5 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ടതാണ് ദാനിയേലിന്റെ പ്രവചനം. അപ്പൊ ദാനിയേലിന്റെ പ്രവചനം 5 നൂറ്റാണ്ട് കഴിഞ്ഞ് നടക്കാനുള്ളതായതുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിൽ എന്താണ് പറയുന്നത് അറിയാമോ? ആ പുസ്തകത്തിന് നിങ്ങൾ മുദ്രയിട്ട് വെക്കണമെന്നാ പറയുന്നത്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം ആ പുസ്തകം ക്ലോസ് ചെയ്യുമ്പം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക.
അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. വേഗത്തിൽ സംഭവിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ ദൂതനെ അയച്ചു. വേഗത്തിൽ സംഭവിക്കേണ്ടത്. അപ്പൊ 1-ാം അധ്യായം 3-ാം വാക്യം, അതായത് പുസ്തകം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു, സമയം അടുത്തിരിക്കുന്നു. പുസ്തകം ക്ലോസ് ചെയ്യുമ്പോൾ പറയുന്നു ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. ഇത് വളരെ കൃത്യമായിട്ടാണ് ഇവിടെ പറയുന്നത്, വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. അപ്പൊ ഇത് ഈ 2000 വർഷത്തിനിപ്പുറത്ത് ഈ പുസ്തകം എടുത്തു വെച്ചിട്ട് അത് ഇനിയും സംഭവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ്, ഇനി വെളിപ്പാട് പുസ്തകം 22:10 വാക്യം നിങ്ങൾ നോക്കുക. ഇവിടെ അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. And he said unto me, seal not the sayings of the prophecy of this book, for the time is at hand. ഇത് നടപ്പാകാനുള്ള സമയം വളരെ അടുത്തിരിക്കുന്നു. അപ്പൊ ഈ പുസ്തകം, വെളിപ്പാട് പുസ്തകം, ബില്യൺ കണക്കിന് ഡോളറിന്റെ ബിസിനസ് നടത്തിയ ഒരു പുസ്തകമാണ്. $1 ബില്യൺ ബിസിനസ്. ആ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്? ഈ പ്രവചനങ്ങളെല്ലാം ദൈവികമായിട്ട് ഇനിയും നടക്കുവാനുള്ള പ്രവചനങ്ങളാണ്. ദൈവികമായിട്ട് ഇനിയും നടക്കുവാനുള്ള പ്രവചനങ്ങളാണ്. അതുകൊണ്ട് ഇനിയും നടക്കാനുള്ളതാണെന്ന് പറയുമ്പോഴാണ് ഇതിന് കച്ചവട സാധ്യത ഉണ്ടാകുന്നത്. സത്യത്തിൽ ഈ പ്രവചനം ഏതിനെ കുറിച്ചാണ് പറയുന്നത്? AD 70 ജെറുസലേം ദൈവാലയം തകർക്കപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. AD 70 ജെറുസലേം ദൈവാലയം തകർക്കപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത് എന്ന് വന്നാൽ ഇതിന് വലിയ പ്രസക്തിയില്ല, കച്ചവട സാധ്യത കുറയും. അതുകൊണ്ട് ഇവര് പൊതുവെ പറയും വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ട എന്നാണ്? AD 95 എഴുതപ്പെട്ടു എന്നൊക്കെ പറയും. എന്തിനാ അങ്ങനെ പറയുന്നു? വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടത് AD 70 മുമ്പാണ് എന്ന് വന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങൾ AD 70 നിവൃത്തിയായി എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇവർ പറയും AD 70 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ എന്ന് പറയുമ്പോ ഇവര് പറയും അയ്യോ അതിനിപ്പോ ഇത് എഴുതപ്പെട്ടത് തന്നെ AD 70 ശേഷമാണല്ലോ. അത് ദൈവാലയമൊക്കെ തകർക്കപ്പെട്ട് കഴിഞ്ഞാണ് ഈ പ്രവചനം കിട്ടുന്നത്. മനസ്സിലായോ? വെളിപ്പാട് പുസ്തകം എന്ന ആ പ്രവചന പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ യെരുശലേം എന്ന നഗരവും യെരുശലേം ദൈവാലയവും അതിനകത്തെ പ്രധാന പ്രതിപാദ്യ വിഷയമാണ്. തകർക്കപ്പെട്ട ഒരു ദൈവാലയവും ചുട്ട് എരിക്കപ്പെട്ട ഒരു നഗരവുമാണ് അവിടെ ഉള്ളതെങ്കിൽ ഇങ്ങനൊരു പ്രവചനം വരത്തില്ല, അതിനൊരു സാധ്യതയുമില്ല. അങ്ങനെ ആരും എഴുതി വെക്കില്ല. അപ്പോൾ വെളിപ്പാട് പുസ്തകം എഴുതപ്പെടുന്നത് ആ ദൈവാലയം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ ഇന്റേണൽ എവിഡൻസ് ധാരാളമുണ്ട്. അതിൽ നമ്മൾ ഒരു എവിഡൻസ് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുക. പിന്നെ ദണ്ട് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. അപ്പൊ ദൈവത്തിന്റെ ആലയവും യാഗപീഠവും നമസ്കരിക്കുന്ന ജനങ്ങളും എല്ലാം അവിടെ ഉള്ളപ്പോഴാണ് ഈ വെളിപ്പാട് കിട്ടുന്നത്. വളരെ കൃത്യമായിട്ട് ദൈവാലയം തകർക്കപ്പെട്ടു.
ജെറുസലേം ചുട്ടുകരിക്കപ്പെട്ടു, യഹൂദന്മാർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവർ പിടിക്കപ്പെട്ടു, ചിലർ ചിതറപ്പെട്ടു, ജെറുസലേം ശൂന്യമായി. ശൂന്യമായ നഗരം. ആ ശൂന്യശിഷ്ടങ്ങൾക്കിടയിൽ തിരഞ്ഞു ചെന്നവർ കണ്ടത് നിങ്ങൾക്കറിയാമോ? ജെറുസലേമിൽ തകർക്കപ്പെടാതെ നിന്ന ഒരൊറ്റ ബിൽഡിംഗ് ഉള്ളെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് യേശു മിശിഹ അവസാനത്തെ അത്താഴം നടത്തിയ ആ മാളികമുറി ഒഴികെ ബാക്കി എല്ലാ സ്ട്രക്ചറുകളും തകർന്നു പോയി. അത് മാത്രം അവിടെ നിലനിൽപ്പുണ്ടായിരുന്നു. അത്രമാത്രം തകർക്കപ്പെട്ടു. ആ നഗരം മുഴുവൻ ചണ്ടിക്കൂനിയായി മാറി. അപ്പൊ ഈ തകർക്കപ്പെട്ട ഒരു ദൈവാലയവും ശൂന്യമാക്കപ്പെട്ട ഒരു നഗരവും ഉപേക്ഷിക്കപ്പെട്ട നഗരം, അതാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിലുള്ളതെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു പ്രവചനം എഴുതി വെക്കത്തില്ല. അപ്പൊ ദൈവാലയത്തിൽ നമസ്കരിക്കുന്നവരും ദൈവാലയത്തിന്റെ യാഗപീഠവും ദൈവാലയവും ഒക്കെ അവിടെ നിലനിൽക്കുമ്പോഴാണ് ഇത് എഴുതപ്പെട്ടത്. പക്ഷെ ഇതിന് ഒരു ബിസിനസ് സാധ്യതയുള്ളത് കൊണ്ട് ഈ പുസ്തകം വിറ്റ് കാശാക്കാൻ ആഗ്രഹിക്കുന്നവർ ബോധപൂർവം പറഞ്ഞു പരത്തിയ നുണയാണ്. ഇത് AD 70 ശേഷമാണ് എഴുതപ്പെട്ടത്. എന്നാൽ ധനസമ്പാദന താല്പര്യമില്ലാത്ത, നാണയ സമ്പാദന വ്യഗ്രതയില്ലാത്ത ചില ആളുകൾ, അവര് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പശീത്തോ ബൈബിളില് അവർ വെളിപ്പാട് പുസ്തകം ഇൻക്ലൂഡ് ചെയ്തപ്പം അവർ അതിന് കൊടുത്തിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ ഇതാണ്. അപ്പൊ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ അയച്ചു തന്നാണ്. ഇത് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്, മലയാളത്തിൽ ഇതിങ്ങനെയുണ്ട്. ഈ ഹെഡിങ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇത് നിങ്ങൾ നോക്കുക. സുവിശേഷകനായ യോഹന്നാൻ പാത്തേമോൻ ദ്വീപിൽ വെച്ച് നേറോൻ കേസറിനാൽ അവിടേക്ക് നാട് കടത്തപ്പെട്ടിരിക്കയിൽ ദൈവത്തിൽ നിന്നുണ്ടായ വെളിപ്പാട്. അപ്പൊ സിറിയക് ടെക്സ്റ്റില് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം എന്നെഴുതിയെന്നാണ്. നീറോ കൈസർ നാടുകടത്തിയ സമയത്താണ് ഇത് എഴുതിയത്. അതായത് AD 60 തുടക്കത്തിൽ, AD 62 63 ഒക്കെയാണ് ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത്. വേഗത്തിൽ സംഭവിക്കാനുള്ളത്. അതായത് വെളിപ്പാട് പുസ്തകം എഴുതി ആഴ്ചകൾക്കുള്ളിൽ തന്നെ ജെറുസലേം റോമൻ സൈന്യം എത്തിച്ചേരുക. അപ്പൊ അത്രമാത്രം ക്ലോസ് ആയിരുന്നു. അതുകൊണ്ടാണ് സമയം അടുത്തിരിക്കയാൽ, ഇറ്റ് ഈസ് വെരി ക്ലോസ്, ടൈം ഈസ് അറ്റ് ഹാൻഡ് എന്നവിടെ എഴുതപ്പെട്ട്. അപ്പൊ അത്രമാത്രം വളരെ അടുത്ത ഒരു കാലഘട്ടത്തിൽ നടക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത്. പിന്നീട് നടക്കാനുള്ളതാണെങ്കിൽ പ്രവചനം മുദ്രയിടാൻ പറയും. അതാണ് നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നത്. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പം, ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്, ഈ പുസ്തകം നീ മുദ്രയിടുക. നിങ്ങൾ ദാനിയേൽ പുസ്തകം 12-ാം അധ്യായം എടുത്തിട്ട് നോക്കുക. ഇപ്പൊ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഈ പുസ്തകത്തിന് നീ മുദ്രയിടുക. അപ്പൊ അതേസമയം ഇവിടെ നിങ്ങൾ നോക്കുക, വെളിപ്പാട് പുസ്തകത്തിന്റെ ഹെഡിങ്, സുവിശേഷകനായ യോഹന്നാൻ പത്തേമാൻ ദ്വീപിൽ വെച്ച് നേറോൻ കേസറിനാൽ നാട് കടത്തപ്പെട്ടപ്പോൾ ദൈവത്തിൽ നിന്നുണ്ടായ വെളിപ്പാട്. അപ്പൊ അത് ആ പുസ്തകത്തിന് 22-ാം അധ്യായത്തിൽ പറയുകയാണ് ഈ പുസ്തകം മുദ്രയിടരുത്. കാരണം ഇത് പെട്ടെന്ന് സംഭവിക്കാൻ പോവാണ്. അപ്പൊ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നതായതുകൊണ്ടാണ് മുദ്ര ഇടരുതെന്ന് പറഞ്ഞത്. ദാനിയേൽ പ്രവചനം ചില നൂറ്റാണ്ടുകളിലൂടെ കഴിഞ്ഞു നടക്കാനുള്ളതാണ്. അതുകൊണ്ട് മുദ്ര ഇടാൻ പറഞ്ഞു. അപ്പൊ വെളിപ്പാട് പുസ്തകം ഇനിയും നടക്കാനുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്ത് ചെയ്യണമായിരുന്നു? പുസ്തകം മുദ്രയിടുക എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി,
ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇവരിതൊക്കെ പറയും. ഇനി നടക്കാൻ പോവാണിത്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ AD 70 ദൈവാലയ നാശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രവചനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് അക്കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പൊ ആ പുസ്തകത്തിന് ഒരു ഫ്യൂച്ചർ പ്രസക്തി ഇല്ല എന്ന് അറിയാമായിരുന്ന ആളുകൾ അക്കാലത്ത് ഈ പുസ്തകം കാനോനിൽ ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തിരുന്നല്ലേ, അവർ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ ചോദിക്കുന്നത്, ഈ പുസ്തകം എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? അപ്പൊ അവിടെയാണ് അത്തനേഷ്യസ് പറഞ്ഞത്, നമ്മുടെ ആരാധനയുടെ മാതൃക ആ പുസ്തകത്തിലുണ്ട്. അപ്പൊ ഫ്യൂച്ചർ റെഫറൻസിൽ ആർക്കെങ്കിലും ഇപ്പൊ കാനോനാദ്യം ഇത് എടുത്തു വെക്കുന്നതിനാണ്. ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന എന്താണ്? ആരാധനയുടെ മാതൃക എവിടെയുണ്ട്? സ്വർഗീയ ആരാധനയുടെ മാതൃക. കവന്നു വീണ് ആരാധിക്കുക, നിലയങ്കി ധരിച്ച് ദൈവസന്നിധി നിൽക്കുക, കുന്തിരിക്കം ധൂപവർഗം അർപ്പിക്കുക, പിന്നെ കുരുത്തോല പിടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഇതൊക്കെ നമ്മുടെ സഭയിലുണ്ട്. ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് സാംശീകരിക്കേണ്ടതിനെ നമ്മൾ സാംശീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒത്തിരി ആളുകൾ വന്ന് തർക്കിക്കാറുണ്ട്, ചുമ്മാ തർക്കിക്കുകയാണ്. അപ്പം അത് പലരും ഇപ്പൊ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചിലരൊക്കെ ഇവരൊക്കെ ഓർത്തഡോക്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. മുൻ ഓർത്തഡോക്സുകാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഈ സ്വർഗീയ വിരുന്നും അങ്ങനെയൊക്കെയുള്ള കൂട്ടത്തിലിട്ടുള്ള മാറിയ ആളുകൾ. പക്ഷെ അവരെല്ലാം വന്നിട്ട് ഈ വെളിപ്പാട് പുസ്തകത്തെ പറ്റി കാരണം വെളിപ്പാട് പുസ്തകം ഇനിയും ഉടനെ നടക്കാനുള്ള ഒരു പുസ്തകമാണ് അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ ഈ ആളുകളെ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ നിന്നു. അപ്പൊ അതുകൊണ്ട് അവർ നഖശികാന്തം എതിർക്കും. അവരോട് നമ്മൾ ചോദിക്കുമ്പം അവർക്ക് അതിന് ഉത്തരവില്ല. അവർ പറയുന്നത് ബൈബിളിലുണ്ട്. ബൈബിളിൽ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ബൈബിളിൽ ആ പുസ്തകമുണ്ട്. ആ പുസ്തകം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇനി വാലിൽ പവറുള്ള ഒരു ജീവിയൊന്നും വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ല. ആളുകളെ വന്ന് കുത്തുക, തേള് പോലെ ഒരു ജീവി ആകാശത്തൂടെ പറന്നു വരിക, ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് പലരും ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വെളിപ്പാട് പുസ്തകം വേഗത്തിൽ സംഭവിക്കാനുള്ളതായിരുന്നു. അത് അക്കാലഘട്ടത്തിൽ എഴുതി. അത് തന്നെയല്ല, ആ വെളിപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പം അത് എഴുതിയിരിക്കുന്നത് 7 സഭകൾക്കാണ്. ആ 7 സഭകളും ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു തമാശയായിട്ട് തോന്നുന്നു, അല്ലെ? നിങ്ങൾ തന്നെ നോക്ക്. അവിടെ ആ ഏഷ്യ മൈനറിൽ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക തുർക്കിയുടെ പ്രദേശങ്ങളിലൊക്കെ ഉള്ള സഭകളാണ്. ഫിലഡൽഫിയ, എഫേസോസ്, തുയത്തരിയ, സർദീസ്, ലവോദിക്കിയ. നിങ്ങൾക്ക് അവിടെ പല സഭകളെ കാണാൻ പറ്റും. അതിലൊന്നും തന്നെ ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവർ എക്സിസ്റ്റ് ചെയ്യപ്പെട്ട അവരുടെ കാലഘട്ടത്തിലേക്കാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത്. അവർ എക്സിസ്റ്റ് ചെയ്തിരുന്ന അവരുടെ കാലഘട്ടത്തിലേക്ക്. വെളിപ്പാട് പുസ്തകം 1:7 നിങ്ങൾ നോക്ക്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. അപ്പൊ ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അപ്പൊ ജെറുസലേം ദൈവാലയം നശിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ ജെറുസലേമിൽ നിന്നവർ ആ ആകാശമേഘങ്ങളിലൂടെ കുതിരപ്പടയ പാഞ്ഞു വരുന്നത് കണ്ടു എന്ന് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചരിത്രത്തിന്റെ ഒരു പുനർവായനയിൽ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ കഴിയും. പലരും അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു പുറങ്ങളാണ്. യാക്കോബ് സ്ലീഹായെ ദൈവാലയ ഗോപുരങ്ങൾ ഒന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞാണ് കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് യാക്കോബ് വിളിച്ചു പറയുന്ന സാക്ഷ്യം, സ്തേഫാനോസ് കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് സ്തേഫാനോസ് വിളിച്ചു പറയുന്നത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്നാ സ്തേഫാനോസ് പറഞ്ഞു. ഇവിടെ യാക്കോബ് കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞത്,
ഇതാ ആകാശമേഘങ്ങളിൽ യേശു കർത്താവ് എഴുന്നള്ളുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ടാണ് യാക്കോബ്. അതിന്റെ അർത്ഥം ആ ന്യായവിധിയാണ്. ഇതാണ് അവർ പ്രസംഗിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പല ആളുകൾക്കും സംശയം ഉണ്ടോ, ഇതൊക്കെയാണോ അവർ പ്രസംഗിച്ചിരുന്നത്? അപ്പൊ ഇത് ബൈബിളിലുണ്ടോ? അത് ഇത് തന്നെ, എല്ലാ കാര്യങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയല്ല. ബൈബിളിൽ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹിന്റ് കാണിക്കാം. സ്തെഫാനോസിനെ കുറിച്ച് ഇവിടെ നിങ്ങൾ നോക്ക്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. ആ നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശ നമുക്ക് ഏൽപ്പിച്ച മര്യാദകളെ മാറ്റിക്കളയും എന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. കള്ളസാക്ഷികളെ വിളിച്ചുകൊണ്ടുവന്ന് ഹയർഡ് വിറ്റ്നസസ് ആണ്. പക്ഷെ അവർ പറഞ്ഞെന്താണ്? സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ ഒരു കണ്ടന്റ്. സ്തെഫാനോസ് എന്താ പ്രസംഗിച്ച്? സ്തെഫാനോസ് അങ്ങനെ പ്രസംഗിച്ചില്ലെങ്കിൽ സ്തെഫാനോസ് അവിടെ റിഫ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സ്തെഫാനോസ് പറഞ്ഞ അതേ ആശയം കുറെ കൂടെ എന്ത് ചെയ്തു? ഉദ്ധരിച്ച് അവര് അവതരിപ്പിക്കുകയാണ്, നിറം പിടിപ്പിച്ച് അവതരിപ്പിക്കുകയാണ്, യഹൂദന്മാരെ പ്രൊവോക്ക് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് കള്ളസാക്ഷികൾ എന്ന് പറയുന്നത്. അല്ലാതെ അവരവിടെ പറഞ്ഞത് നുണയാണെന്നല്ല. അവർ കേൾക്കാത്ത കാര്യം കേട്ടു എന്ന് പറഞ്ഞ് രണ്ടുപേരെ കൊണ്ട് പറയിക്കണമോ? അപ്പൊ ഈ സ്തെഫാനോസിന്റെ പ്രസംഗം അവിടെ പറയാണ്, നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കും. അപ്പൊ യെരുശലേമിന്റെ നാശം എന്നുള്ളതായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ സഭയുടെ പ്രധാന പ്രമേയം. യെരുശലേം നശിപ്പിക്കപ്പെടും, കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല. യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞതാണ്, കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല. അപ്പൊ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞ ആ പ്രവചനം യോഹന്നാൻ സ്നാപകം പറയുന്നത് എന്താണ്? യോഹന്നാൻ സ്നാപകം പറയുന്നത്, ഞാൻ നിങ്ങളെ വെള്ളത്താൽ മാമോദിസ കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു, അവൻ എന്നേക്കാൾ ശക്തനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല, അവൻ വന്നിട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇതാണ് യോഹന്നാൻ പ്രവചിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് യോഹന്നാൻ പറഞ്ഞ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് യോഹന്നാൻ പറഞ്ഞ യേശു കർത്താവ്, ആ യേശു കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നു. അപ്പൊ ആ പരിശുദ്ധാത്മാവിനാൽ ഉള്ള സ്നാനം പെന്തക്കോസ്തു നാളിൽ നടക്കുകയാണ്. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം പെന്തക്കോസ്തു നാളിൽ നടക്കുന്നു. എന്നാൽ തീ കൊണ്ടുള്ള സ്നാനം 40 വർഷം കഴിയുമ്പോൾ AD 70 ജെറുസലേം ദൈവാലയം തീക്കിരയാവുകയാണ്. ജെറുസലേം ദൈവാലയത്തെ തീ കൊണ്ടാണ് സ്നാനം കഴിപ്പിക്കുന്നത്. അപ്പൊ അവിടെ 2 സ്നാനം നടക്കുന്നുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവിലുള്ള സ്നാനവും പിന്നീട് തീ കൊണ്ടുള്ള സ്നാനവും നടക്കുന്നുണ്ട്. അപ്പൊ ഇതേക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പതിര് കെടാത്ത തീയിലേക്ക് ഇട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കളപ്പുരയിലേക്ക് കൂട്ടിവെച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? കളപ്പുരയിലേക്ക് കൂട്ടിവെച്ചു, സഭയിൽ ചേർക്കപ്പെട്ടു. യഹൂദന്മാർ
ഈ ആദിമ സഭയിൽ മുഴുവൻ യഹൂദന്മാരായിരുന്നു. ഒത്തിരി പേര് ചിന്തിക്കുന്ന യഹൂദന്മാരെന്ന് പറഞ്ഞാൽ വേറെ ആരോ ആണെന്ന്. യേശു കർത്താവിന്റെ അപ്പോസ്തലന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു. യേശു ഒരു യഹൂദനായിരുന്നു. ആദിമ വിശ്വാസികളെല്ലാം യഹൂദരായിരുന്നു. ആദ്യകാലത്ത് സഭയിലേക്ക് വന്നവരെല്ലാം ഈ പറഞ്ഞ കതിരായിരുന്നു, നല്ല ഗോതമ്പായിരുന്നു. അവയെല്ലാം കളപ്പുരയിലേക്ക് ശേഖരിക്കപ്പെട്ടു, അല്ലെങ്കിൽ സഭയിലേക്ക് ചേർക്കപ്പെട്ടു. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? ആ ദൈവാലയ നാശത്തിൽ പെട്ടുപോകുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ അടുത്ത് വന്നിട്ട് ഈ ശീലോഹോവിലെ ഗോപുരം ഇടിഞ്ഞു വീണ്, അപ്പൊ ഹെരോദാവ് ചില ആളുകളുടെ യാഗത്തിൽ രക്തം കലർത്തി ഇങ്ങനെ എന്ന് പറയുന്ന സമയത്ത് യേശു കർത്താവ് ശീലോഹോവിലെ ഗോപുരം ഇടിഞ്ഞ് 18 പേര് വീണു, ഇങ്ങനെയുള്ള ന്യൂസുകളാണ്. അപ്പൊ യേശു ചോദിക്കുന്നുണ്ട്, ആ മനുഷ്യർ ഇവിടെയുള്ള ഏറ്റവും വലിയ പാപികളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നല്ല മനുഷ്യർക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നു? ഇപ്പൊ ഉത്തരം യേശു പറയാണ്, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഈ ജെറുസലേം ദൈവാലയം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഒപ്പം ലക്ഷക്കണക്കിനാണ്, ഏകദേശം 11 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ജോസിഫസ് കണക്കാക്കുന്നത്. നിങ്ങളും കൊല്ലപ്പെടാൻ പോവുകയാണ്. അത് യേശു വന്നിട്ട് കൊല്ലുന്നതല്ല, പ്രവചിക്കുകയാണ്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, കോതമ്പിനെ ശേഖരിക്കുകയാണ്. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ നശിച്ചു പോകും. ഈ സദ്വർത്തമാനം കേട്ട്, ഈ സമാധാനത്തിന്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്നില്ല. ജെറുസലേമേ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കുന്ന പോലെ നിങ്ങളെ ചേർക്കുവാൻ എനിക്ക് എത്രയോ തവണ മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മനസ്സായില്ല. അപ്പൊ അൺവില്ലിങ്നെസ് ഓഫ് ദ ജ്യൂസ് ആണ് പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് അൺവില്ലിങ്നെസ് ഓഫ് ഗോഡ് അല്ല, ഇറ്റ്സ് അൺവില്ലിങ്നെസ് ഓഫ് ജ്യൂസ്. എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മനസ്സായില്ല. അപ്പൊ യേശു വന്നിട്ട് അവരെ കൊന്നു എന്നല്ല, മറിച്ച് യേശു കർത്താവ് ഇതാ പറഞ്ഞു. പിന്നീട് വന്നിട്ട് അപ്പോസ്തലന്മാരും ഇത് തന്നെയാ പറഞ്ഞു. ചെറുപ്പക്കാരനായതുകൊണ്ട് അല്പം ഔട്ട്സ്പോക്കൺ ആയിരുന്നിരിക്കണം സ്തേഫാനോസ്. കാരണം സ്തേഫാനോസിന്റെ ഒരു പ്രസംഗം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ. ആ പ്രസംഗം നമ്മൾ നോക്കുമ്പോൾ തന്നെ സ്തേഫാനോസിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ആള് തീപ്പൊരിയായിരുന്നു. കാരണം അദ്ദേഹം പ്രസംഗം തുടങ്ങുന്ന സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പി, അല്ലെ, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് ഫാദേഴ്സ്, വലിയ ബഹുമാനത്തിലാണ് അഡ്രസ് ചെയ്തത്. അപ്പൊ സഹോദരന്മാരും പിതാക്കന്മാരുമേ എന്നൊക്കെ വിളിച്ച് പ്രസംഗം തുടങ്ങിയിട്ട് ഈ സ്തേഫാനോസിന്റെ പ്രസംഗം 50 വാക്യം മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഈ പ്രസംഗത്തിന്റെ ടോണ് മാറിയിട്ട് പറയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിലും കാതുകളിലും പരിച്ഛേദനയില്ലാത്തവരുമേ, മർക്കടമുഷ്ടിക്കാരെ, ധാർഷ്ട്യക്കാരെ. തുടങ്ങിയപ്പോ എന്തുമായിരുന്നു, എന്തൊരു പൊളൈറ്റ് ആയിട്ടാണ് സഹോദരന്മാരെ, പിതാക്കന്മാരെ എന്നൊക്കെ വിളിച്ച് പ്രസംഗം തുടങ്ങിയതാ. ചില കഴിഞ്ഞപ്പോഴേക്കും ധാർഷ്ട്യക്കാരെ, മർക്കടമുഷ്ടിക്കാരെ എന്നൊക്കെ വിളിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് യുദ്ധം ചെയ്യുന്നു. ആ സ്തേഫാനോസ് യേശു കർത്താവിന്റെ പ്രവചനത്തെ അധികരിച്ച് അവരോട് പറഞ്ഞു, അധികം താമസിക്കാതെ ഇത് കത്തിക്കും. അപ്പൊ അതാണ് അവര് സ്തേഫാനോസിനെ കൊല്ലുന്നതിന് മുമ്പ് കുറ്റപത്രം പറഞ്ഞത്. ഇവൻ മോശക്കെതിരായിട്ട് സംസാരിച്ചു. മനസ്സിലായോ? മോശക്കെതിരായിട്ട് സംസാരിച്ചു. മോശ ഞങ്ങൾക്ക് പ്രമാണങ്ങളെയും മര്യാദകളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും യാഗങ്ങളെയും കർമ്മങ്ങളെയും വിധികളെയും ഞങ്ങൾക്ക് മോശ തന്നിട്ടുണ്ട്. അപ്പൊ യേശു പറഞ്ഞത്, സ്തേഫാനോസ് പറഞ്ഞു, കോടിത്തുണിക്കണ്ടം ആരും പഴയ തുണിയോട് കൂട്ടിച്ചേർത്ത് തുന്നുമാറില്ല. അങ്ങനെ തുന്നിയാൽ ചീന്തൽ വല്ലാതെ വലുതായി പോകും. ഈ പഴംതുണിയെ കൊണ്ട് പുതിയ തുണി തുന്നണ്ട, ഇതൊരു പുത്തൻ തുണിയാണ്. ഈ ക്രിസ്ത്യാനിറ്റിയെ അവിടെ കൊണ്ട് കൂട്ടി തന്നരുത്. എന്നിട്ട് സ്തേഫാനോസ് പറഞ്ഞു, നസറായനായ യേശു
ഈ സ്ഥലം ഉടൻ തന്നെ നശിപ്പിക്കാൻ പോകും. അതാണ് തീയാലുള്ള സ്നാനം. ഇതാണ് പെന്തക്കോസ്തുകാര് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം കിട്ടി. ഞാനും അത് വിശ്വസിച്ചിരുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ പുറകോട്ട് പോയി നോക്കിയാൽ ഞാൻ പ്രസംഗം ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പോകുന്ന വഴി അവിടെ കിടന്നോട്ടെ. ഞാൻ വളരെ ആവേശത്തിൽ ഈ തീയാലുള്ള സ്നാനം നമ്മൾ മനുഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് സ്നാനം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് ഒരു പവർ കൂട്ടാൻ കിട്ടുന്ന ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഞാനോട് പറഞ്ഞിട്ട് ആ പ്രസംഗം ഇപ്പോഴും കിടപ്പുണ്ടെന്നാ പറഞ്ഞത്. അല്ല നമ്മളിപ്പം ചില ആളുകൾ പഴയ പ്രസംഗമൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അവർ മണ്ടന്മാരല്ലേ. ഞാൻ അഭിപ്രായം എനിക്ക് കിട്ടിയ ബോധ്യത്തിനനുസരിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു. അതുകൊണ്ട് പഴയ പ്രസംഗം എല്ലാം പോയി ഡിലീറ്റ് ചെയ്യുക. ഈ ചാനലിൽ തന്നെ കിടക്കുന്നു. ഡിലീറ്റ് ചെയ്യാത്താണ്. ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നതാണ്. തീയാലാണ് എന്നെ, അതായത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്ന് സ്നാനപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ഈ അന്യഭാഷയൊക്കെ പറയും. അന്യഭാഷ പറഞ്ഞിട്ട് പിന്നെ ഈ നാട്ടിലൊക്കെ ഈ മിക്ക വീട്ടിൽ AC ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒക്കെ ഇത്തിരി AC ഒക്കെ ആയി. അപ്പൊ ഈ വേനൽക്കാലത്തും ഒക്കെ ഈ ചെറിയ ഇടുങ്ങിയ മുറിയിൽ കുറെ ആളുകൾ കാണും. എന്നിട്ട് ഇരുന്ന് കൈകൊട്ടും ഡ്രമ്മടിയും പാട്ടും ഇതുമായിട്ട്. അപ്പൊ നല്ല ചൂടായിരിക്കും. അപ്പോഴേക്കും നല്ല ചൂടല്ലേ. അപ്പൊ ആ ചൂടടിക്കുന്ന സമയത്താണ് ഇവർ പറഞ്ഞ തീയുടെ അഭിഷേകമാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞ് ഈ അന്യഭാഷ പറയുകയും ചാടുകയും ബഹളം വെക്കുകയും ചെയ്ത് കുറെ ആളുകൾ ഒരു ബോഡി ഹീറ്റ് ഒക്കെ കൂടും. അപ്പോഴേക്കും ഇതിന് അങ്ങൊരു ഈ ഉന്മാദാവസ്ഥ അതിന്റെ പാരമ്യത്തെ പ്രാപിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു വേഷനാവും, തീ ഇറങ്ങിയിട്ടുണ്ട്, തീയുടെ അഭിഷേകമാണ്. അപ്പോഴേക്കും ഈ കേൾക്കുന്ന ആൾക്ക് അപ്പൊ ഇത് അവനങ്ങ് കൂടുതൽ അങ്ങ് ഇതാവും, തീയാണ്. അന്നേരത്തേനും ഈ ചില ആരാധനയിൽ ചില മുദ്രാവാക്യം പോലെ തീയാണേ തീയാണേ എന്നൊക്കെ പറഞ്ഞ് കാറും. കുറെ ആളുകൾ ഇങ്ങനെ അന്യഭാഷ പറയും. ഇതിനകത്ത് അനുഭവിച്ചിട്ടുള്ളവർ ഇപ്പൊ ചിരിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ നേരാണെന്ന് അവർക്കറിയാം. ഇങ്ങനെ പിന്നെ തീയാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ തീയാനുള്ള അഭിഷേകം, തീയുടെ അഭിഷേകം ഉച്ചവണ കൂടിയ സാധനമാണ്. അപ്പൊ അങ്ങനെ ഈ തീയുടെ അഭിഷേകമുള്ള തീ പെന്തക്കോസ്റ്റ് മിഷൻ എന്നൊക്കെ പറയും. ദ പെന്തക്കോസ്റ്റ് മിഷൻ അവരുടെ ഒഫീഷ്യൽ പേര്. എന്നാലും അവര് അതിന് ഓമനിച്ച് തീ പെന്തക്കോസ് എന്ന് പറയാം. തീയാണ് അവിടെ മുഴുവൻ തീയുള്ള പെന്തക്കോസ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പെന്തക്കോസ് നാളിൽ നടന്നു. അഭിഷേകം വൺ ടൈം, ഒരിക്കലായിട്ട് നടന്നത്. അയോറിസ്റ്റ് എന്ന ഗ്രീക്ക് വ്യാകരണ രൂപമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരിക്കൽ സംഭവിച്ചാണ് അത് തുടർച്ചയായിട്ട് അതിന്റെ എഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അഭിഷിക്തന്മാരൊന്നുമില്ല. ഒത്തിരി പേര് പറഞ്ഞ അഭിഷിക്തന്മാർ, ദൈവത്തിന്റെ അഭിഷേകം. അങ്ങനെ പുതിയ നിയമത്തിൽ ഒരഭിഷിക്തനേ ഉള്ളൂ, ഒറ്റ അഭിഷിക്തനുള്ളത് ക്രിസ്തുവാണ്. ക്രൈസ്റ്റ് ഇസ് ദ ഓൺലി അനോയിന്റഡ് വൺ. ഒറ്റ അഭിഷിക്തനേ ഉള്ളൂ. അപ്പൊ ക്രിസ്തുവിന്റെ അഭിഷേകമാണ് നമുക്കുള്ളത്. അല്ല നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നില്ല. ക്രിസ്തുവാണ് അഭിഷിക്തൻ. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ ഈ വ്യക്തിപരമായി രക്ഷ നേടുക, വ്യക്തിപരമായിട്ട് സ്വീകരിച്ചേറ്റ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് സ്നാനപ്പെട്ട് വ്യക്തിപരമായിട്ട് ഈ അഭിഷേകം പ്രാപിക്കാനൊക്കെ നടക്കുന്നു. ഇത് അഹ്റോന്റെ തലയിൽ വീണ് അവന്റെ താടിയിലൂടെ ഒഴുകി അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് എത്തുന്ന അഭിഷേക തൈലമാണ്. അങ്ങനെയല്ലേ പറയുന്നത്? അതെവിടെയാണ്? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ക്രിസ്ത്യൻ യൂണിറ്റിയാണ്. അപ്പൊ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുമ്പോഴാണ് ഈ അഭിഷേക തൈലത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അല്ലാതെ പിണങ്ങിപ്പോയി അഭിഷേകം ചെയ്യാനൊന്നും പറ്റത്തില്ല. പിണങ്ങി പിരിഞ്ഞിട്ട് അവിടെ പോയി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് അഭിഷേകം ചെയ്താൽ നമ്മൾ അഭിഷേകം ചെയ്താൽ വരത്തില്ലേ? അഭിഷേകതയിലും എവിടുന്നാണ്? അഹ്റോന്റെ തലയിൽ നിന്നാണ്. ഒരു ഓർഡറിലാണ് ഇത് വരുന്നത്. അഹ്റോന്റെ തലയിൽ നിന്നാണ്, അല്ലാതെ മത്തായിയുടെ എളിയിൽ നിന്നല്ല ഈ അഭിഷേകതയിലും. അഹ്റോന്റെ തലയിൽ നിന്ന്, എപ്പോഴും തലയിൽ നിന്നാണ് തൈലം താഴേക്ക് വരുന്നത്. തലയിൽ നിന്ന് താടി വഴി വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് ഒരു ഓർഡറാണ്. ആ ഓർഡർ എപ്പോഴും ക്രമം കെട്ടവരോട് അകന്നുകൊള്ളുവിൻ എന്നാണ് പൗലോസ്
തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ക്രമം കെട്ടവരോട് എന്ത് ചെയ്യണം? അകന്നുകൊള്ളണം. ഇത് അഹ്റോന്റെ തലയിൽ നിന്ന് താടി വഴി വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് ഒഴുകുന്ന അഭിഷേകത്തില്ല. അപ്പൊ ക്രൈസ്റ്റ് ഈസ് ദ അനോയിന്റഡ് വൺ. അപ്പൊ ക്രിസ്തുവിന്റെ അഭിഷേകമാണ് നമ്മിൽ പകരുന്നത്. അല്ല നമുക്ക് ഓരോരുത്തർക്കും വേറെ വേറെ അഭിഷേകം തരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആ ക്രിസ്തുവിന്റെ ആ അഭിഷേകം, അപ്പൊ ആ ക്രിസ്തുവിലാണ് നമ്മൾ സംയോജിക്കപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ പുതുമനുഷ്യനായി തീർന്നു എന്ന് പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുക. ഈ പുസ്തകം അങ്ങനെ ഭയപ്പെടേണ്ട ഒരു പുസ്തകമല്ല, മറിച്ച് താല്പര്യത്തോടെ വായിക്കാവുന്ന, മുഴുവൻ പ്രതീകാത്മകമായിട്ടുള്ള, അതുപോലെ ആലങ്കാരിക പ്രയോഗങ്ങൾ, പ്രതീകങ്ങൾ, അലങ്കാരങ്ങൾ, രൂപകങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഈ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഇത് ഓരോന്നും എന്താണെന്ന് എടുത്തു വെച്ചാൽ കൃത്യമായിട്ട് ഇന്നതാണെന്ന് പറയുന്ന ഒരു വ്യാഖ്യാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 100 കണക്കിന് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് വായിച്ച് കുറെ കഴിയുമ്പോഴൊക്കെ നമുക്ക് ചിരിയും തരും. പിന്നെ ചവറാണ്. ഈ അടുത്ത കാലത്തൊക്കെ എനിക്ക് 2-3 പേര് കുറെ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം അയച്ചു തന്നിട്ടുണ്ട്. ഒന്നും വായിക്കുന്നതിന്റെ ആവശ്യമില്ല, കാരണം എല്ലാം ക്രാപ്പാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് നിങ്ങൾ ഭയപ്പെടുകയോ ഉത്കണ്ഠപ്പെടുകയോ ആകാംക്ഷയോടെ നോക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെളിപ്പാട് പുസ്തകം ആ കാലഘട്ടത്തിൽ വളരെ വേഗം സംഭവിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതും ആ കാലഘട്ടത്തിലുള്ള ഓഡിയൻസിന് വേണ്ടി അന്ന് ഉണ്ടായിരുന്ന 7 സഭകൾക്ക് അഡ്രസ് ചെയ്ത് എഴുതിയിട്ടുള്ളതും അത് അവരുടെ ജീവകാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതുമാണ്. അവനെ കുത്തിത്തുളച്ചവർ അവനെ നോക്കും. അങ്ങനെയാണ് 1:7 നമ്മൾ വായിച്ചത്. അപ്പൊ യേശുക്രിസ്തുവിനെ കുത്തിത്തുളച്ചവരുടെ കാലത്ത് അത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തമാണ്. യേശു കർത്താവിനെ കുത്തിത്തുളച്ചവരുടെ കാലത്തിൽ തന്നെ അത് സംഭവിച്ചു. ഇതൊക്കെ സംഭവിച്ചു തീരുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതൊക്കെയും സംഭവിച്ചു കഴിഞ്ഞു. വളരെ വ്യക്തമാണ്. ആകയാൽ ഈ പുസ്തകത്തെ സംബന്ധിക്കുന്ന ടെൻഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇതെന്തോ നിങ്ങൾക്ക് ഉടനെ വലിയ കുഴപ്പം ഉണ്ടാകും എന്നുള്ള ധാരണകളെ ഉപേക്ഷിക്കുക. ഈ അഹ്റോൻ ജയിച്ചാൻ തമാശ ചോദിക്കുന്നത്. ഞാന് ഞാൻ കുറെ കമന്റുകൾ വായിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇതിവിടെ പറയുന്നത്, നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ വളരെ ഈസി ആയിട്ട് വായിക്കുക. അത് ആ കാലഘട്ടത്തിലെ ഒരു പുസ്തകമായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, വളരെ പെട്ടെന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങൾ എഴുതാണ്. സുവിശേഷങ്ങളുടെ ഒരു അനുബന്ധം അത്രയുള്ള സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതിന് ശേഷം എഴുതപ്പെട്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞ ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മത്തായിയുടെ സുവിശേഷം, മർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, ഈ 3 സുവിശേഷത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ സുവിശേഷങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഈ ഉടനെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല. കൂടുതൽ പണ്ഡിതന്മാർ പറയുന്നത് ദൈവാലയ നാശത്തിന് ശേഷമാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയെന്ന്. ദൈവാലയ നാശത്തിന് ശേഷമാണ് സുവിശേഷം എഴുതിയത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ ദൈവാലയ നാശത്തെ സംബന്ധിക്കുന്ന യേശുവിന്റെ പ്രവചനമൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്താതെ. വളരെ കൃത്യമാണ്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം യോഹന്നാൻ രേഖപ്പെടുത്തി. ചെയ്ത കാര്യങ്ങൾ കുറെ എഴുതിയിട്ടില്ല. കാരണം പറയുന്നുണ്ട്, യേശു ചെയ്തത് പലതുമുണ്ട്, അതെല്ലാം കൂടെ എഴുതാൻ തുനിഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ ഈ ഗ്രന്ഥങ്ങൾ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു.
യേശു ചെയ്തത്. അപ്പൊ പറഞ്ഞതിൽ പ്രസക്തിയുള്ളതൊക്കെ യോഹന്നാൻ ഉൾപ്പെടുത്തി എന്നാണ് അതിന്റെ സാരം. അപ്പൊ ഇത്രയും വലിയൊരു കാര്യം ഇനി നടക്കാനുള്ള കാര്യമാണെങ്കിൽ അത് യോഹന്നാൻ ശ്ലീഹ ഒഴിവാക്കുകയില്ലായിരുന്നു. അത് നടന്നു കഴിഞ്ഞു. ദൈവാലയ നാശത്തെ സംബന്ധിച്ചാണ് അത്. കാരണം മാത്യു ചാപ്റ്റർ 24 ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതെപ്പോൾ സംഭവിക്കും കർത്താവ് എന്ന് ചോദിക്കുന്നത്. യേശു അതിന് തൊട്ട് മുമ്പ് ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇടിഞ്ഞു പോകാതെ ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോഴാണ് അവർ ചോദിക്കുന്നത് ഇതൊക്കെ എപ്പോൾ സംഭവിക്കും. അതിന്റെ ഒരു വിശദീകരണമാണ് യേശു അവിടെ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കുക മാത്യു 24 2-ാം വാക്യം. അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രവചനത്തിന്റെ ഒരു വികസിത രൂപമാണ് നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അതായത് യേശു പറഞ്ഞ ആ ഒരു വാക്യത്തിന്റെ കൂടുതൽ വിപുലമായിട്ടുള്ള പ്രതീകങ്ങളും അലങ്കാരങ്ങളും എല്ലാം സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണുന്നത്. അത് ദൈവാലയം തകർക്കപ്പെട്ടതോടുകൂടെ അത് അവിടെ അവസാനിച്ചു. പിന്നീട് പുതിയ ആകാശവും പുതിയ ഭൂമിയും രംഗപ്രവേശം ചെയ്യണം. എന്താ പുതിയ ആകാശവും പുതിയ ഭൂമിയും? പഴയ ആകാശവും പഴയ ഭൂമിയും കഴിഞ്ഞു പോയി. ആകാശവും ഭൂമിയും എന്നത് എന്താണ്? സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാണ്. ജെറുസലേം ദൈവാലയത്തെ വർണ്ണിക്കുന്നതാണ്. പഴയ ആകാശവും പഴയ ഭൂമിയും പഴയ ആരാധനാ സമ്പ്രദായവും അവസാനിച്ചു. പുതിയ ആരാധനാ സമ്പ്രദായം, ഒരു സംസ്കാരം, പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു. മണവാളിന് വേണ്ടി ഒരുങ്ങി ഇറങ്ങുന്ന മണവാട്ടിയെ പോലെ പരിശുദ്ധ സഭ ഒരു മണവാട്ടിയാണ്. അതുകൊണ്ടാണ് സഭയാം തിരുസഭയാം ഈ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി എന്ന് പറയുന്നത്. അപ്പൊ ആ മണവാട്ടിയാണ് സഭ എന്ന് പിതാക്കന്മാർ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് മണവാട്ടിയായ ആ സഭ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലുമാണ് വസിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ വെളിപ്പാട് പുസ്തകത്തെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വായിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.